ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, ഹൈറച്ചിൽ പണം നഷ്ടപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് മുന്നോട്ടുള്ള നടപടികൾ എന്ന് പറഞ്ഞുള്ള ഗ്രൂപ്പ്. അതിൻ്റെ അഡ്മിന്മാർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുമായിരുന്നു. ഈ കമ്പനി മണി ചേഞ്ച് ചെയ്തതാണ്, അല്ലെങ്കിൽ ശ്രീനിയും പ്രതാപനും ആൾക്കാരെ നല്ല രീതിയിൽ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡിയുടെ കയ്യിൽ നിന്ന് പണം കിട്ടാൻ കുറച്ച് പ്രയാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മറ്റു വഴികൾ എന്തെങ്കിലും തേടിക്കൊണ്ട് ഈ കമ്പനിയിൽ നിന്നുള്ള പൈസ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നത്. അത് ആദ്യത്തെ സമയത്തൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് പോകെ മുന്നോട്ട് പോകും തോറും, മുന്നോട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകും തോറും അത് ലീഡർമാർ ഹൈജാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ അഡ്മിന്മാർ കമ്പനിയുടെ അടിമകളായി മാറി എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ തൃശ്ശൂർ 3rd അഡീഷണൽ സെഷൻ കോടതിയുടെ വിധി വന്നിട്ടും ഇവരിപ്പോഴും പറയുന്നത് കമ്പനിയുടെ ലീഡർമാരും കമ്പനിയുടെ മാനേജ്മെൻറ്റും പറയുന്ന അതേ സ്വരത്തിലാണ് ഇതിൻ്റെ അഡ്മിന്മാർ പറയുന്നത്. ഇത് യാഥാർത്ഥ്യമാണെന്നും ഈ കമ്പനി ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ല എന്നും എന്തെങ്കിലും ഒരു പഴുതുകൾ അടക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്നും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾസിലൂടെ ഇവരെ സംശയിക്കുമ്പോൾ മറ്റു പല സെക്ഷനുകളും നിയമലംഘനങ്ങളും ഇവരെ പിടികൂടുകയാണ്. ആദ്യമൊക്കെ ഇവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവരുടെ കൺസൈൻമെൻ്റ് അഡ്വാൻസിനെ മാത്രമായിരുന്നു. ഇവരുടെ ബോണ്ടിനെ കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല. എന്നാൽ ഇപ്പോൾ ആ വിധിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇവരുടെ ബോണ്ടാണ്. അതുപോലെ തന്നെ ബോണ്ടിൻ്റെ ഭാഗം വിധിപ്പകർപ്പിൻ്റെ ഭാഗമായി തന്നെയുണ്ട്. ആ വിധിപ്പകർപ്പ് മറിച്ചു നോക്കുന്ന ഏതൊരാൾക്കും ഇവരുടെ മോർട്ടേജ് ക്യാപിറ്റൽ ബോണ്ട് എന്ന് പറയുന്ന സംഭവം, കമ്പനിയുടെ ആസ്തി വിറ്റിട്ടും നിങ്ങൾക്ക് പണം തരുമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുക്കുന്ന ബോണ്ട്, അത് RBIയുടെ അനുമതിയില്ലാതെ എങ്ങനെയെന്ന് നിരവധി തവണ, ഇതൊരു ബുക്കാണ്, നിരവധി തവണ ജഡ്ജ് ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് ഇതിറക്കാൻ വേണ്ടി RBIയുടെ അനുമതി വേണ്ടേ എന്ന് നിരവധി തവണയാണ് ഇവരുടെ വക്കീലിനോട് ചോദിച്ചത്. അപ്പോഴൊക്കെ വക്കീൽ പറഞ്ഞത് ഇത് വ്യാജമാണെന്നും നമ്മളങ്ങനെ ബോണ്ട് ഇറക്കിയിട്ടില്ല എന്നും എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല എന്നുമാണ്. ഞാൻ കമ്പനിയോട് ചോദിച്ചിട്ട് മറുപടി പറയാമെന്നാണ് ഇവരുടെ ബോണ്ടുകളെ കുറിച്ച് ഉള്ള ചോദ്യത്തിന്, ജഡ്ജിൻ്റെ നേരിട്ടുള്ള ചോദ്യത്തിന് ഇവരുടെ പ്രഗത്ഭനായ വക്കീൽ മറുപടി പറഞ്ഞത്. അവസാനം ഇവരുടെ ബോണ്ട് ഇവരുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നു, 55 സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. ആ സമയത്ത് ഇവരുടെ വക്കീൽ ചിരിച്ചുകൊണ്ട് തല താഴ്ത്തി ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും ഇവർ പറയുന്നു കമ്പനി തെറ്റൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ തിരിച്ചു വരും, കള്ളക്കേസാണ് എന്നും നല്ല രീതിയിലുള്ള ചീത്ത പറയാനാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഒരു മുന്നോട്ടുള്ള നടപടികൾ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഹൈജാക്കി ചെയ്തിരിക്കുന്നത് വടകരയിലുള്ള ഇട്ടതിൻ്റെ 2 ഇരട്ടി കിട്ടിയെന്ന്, ഞമ്മക്കൊക്കെ 2 ഇരട്ടി കിട്ടിയെന്ന് ഉളുപ്പില്ലാതെ വിളിച്ചു പറഞ്ഞ ഒരു ലീഡറാണ്. ഞമ്മക്കൊക്കെ പ്രശ്നമില്ല, ഞമ്മക്കൊക്കെ 2 ഇരട്ടി കിട്ടിയതാണ് എന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞ ഒരുത്തനാണ് ഇപ്പോൾ അതിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇന്ന് രാവിലെ എന്ത് ചെയ്യണം, ഉച്ചക്ക് എന്ത് ചെയ്യണം, രാത്രി എന്ത് ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നത്. രാവിലെ ഇവൻ വന്നിട്ട് ഒരു കാര്യങ്ങൾ ഇട്ട് കൊടുക്കും, അത് തണുക്കുമ്പോൾ വേറെ ഒരു കാര്യം ഇട്ട് കൊടുക്കും, അങ്ങനെയാണ് പോകുന്നത്. ഇവർ ഇപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് നെഗറ്റീവ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി വെച്ച് എല്ലാത്തിനും കാരണം അവരാണ്, അവർക്ക് എങ്ങനെ പണി കൊടുക്കാം,
ഇവരില്ലെങ്കിൽ നമ്മൾക്കൊക്കെ പൂളിംഗം കിട്ടിയേനെ, ഇന്ന് ഞായറാഴ്ചയല്ലേ പൂളിംഗം കിട്ടിയേനെ എന്ന് പറയും. FIR ഇവർക്ക് എന്ത് കിട്ടി എന്ന് പറയും. അപ്പോൾ FIR ഇടാൻ വേണ്ടി പോകുന്നവർ വിചാരിക്കും ഇനി ഒന്നും കിട്ടൂലേ, പിന്നെ FIR ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടില്ല, കമ്പനി തിരിച്ചു വന്നാൽ അവരുടെ പൈസ മാറ്റിവെക്കും, അങ്ങനെയുള്ള ഒരു ആരോപണങ്ങൾ. അപ്പോൾ ഇത്തരത്തിലെ ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന്മാർ എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും വളരെ സന്തോഷമുള്ളത് ഇവരുടെ അഡ്മിന്മാർക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ അഡ്മിൻ സ്ഥാനം ഒഴിഞ്ഞതായും മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് എന്തിനാണോ തുടങ്ങിയത് അതിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ആണ് ഇപ്പോൾ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കാൻ അവിടെ ആളുണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, 5-6 മാസം ഇവരുടെ അനുകൂലമായി സംസാരിച്ച് വളരെ സംസാരിച്ചിരിക്കുന്ന ഒരാൾ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഉള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനിയിപ്പോൾ നമ്മുടെ PA വത്സൻ സാർ ഈ കേസ് 1070/2023 പറഞ്ഞ FIR, ആ FIR വത്സൻ സാറ് ഒരു അപേക്ഷ കൊടുക്കുന്നു ക്രൈം ബ്രാഞ്ചിന്. ഇനി എനിക്ക് ഞാൻ ഈ ഇതിലിനി അന്വേഷണം നടത്തേണ്ടതില്ല, എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ കേസ് യാതൊരുവിധ തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ FIR പിൻവലിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ അത് അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് പിൻവലിച്ചു കഴിഞ്ഞാലും കോടതി മറ്റ് തെളിവുകൾ, കോടതിക്കിപ്പോൾ 100,000 തെളിവുകൾ, 72 തെളിവുകളാണ് നമ്മുടെ കോടതി വിധിയിലുള്ളത്. അതുപോലെ 100,000 തെളിവുകൾ നിങ്ങൾക്കെതിരെയുണ്ട്. കേരളത്തിലെ ചോറ് വഹിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇത് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാണ് ഹൈറിച്ച് എന്ന് പറയുന്നത്. യാതൊരുവിധ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ ചെയ്യാതെ ആൾക്കാരിൽ നിന്ന് അനധികൃതമായി പണം സ്വീകരിക്കുകയായിരുന്നു ഈ കമ്പനി ചെയ്തിരുന്നത് എന്ന് ചോറ് വഹിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിനെ ജയ് ഹൈറിച്ച് വിളിക്കുന്ന നമ്മളും ചോറ് തന്നെയല്ലേ കഴിക്കുന്നത് എന്ന്. അത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്, നിങ്ങൾ ചോറാണോ വേറെ എന്താണോ കഴിക്കുന്നത് എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എത്രയായാലും പറയേണ്ട, എന്തിനാണ് പറയുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണ് പറയാതിരിക്കുക. അപ്പോൾ രജിസ്റ്റർ ചെയ്യുക, കേസ് രജിസ്റ്റർ ചെയ്യുക, ക്രൈം ബ്രാഞ്ചിന് മുന്നിൽ മൊഴി നൽകുക. എങ്കിൽ മാത്രമേ ഈ 212 കോടിയിൽ നിന്ന് 1 രൂപ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ ഈ കമ്പനി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പിന്നെ അങ്ങനെ നീട്ടി വെക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ബാങ്കുകളിൽ നിന്നെടുത്ത ലോണുകൾ അത് ഓരോ ദിവസത്തിനും പലിശ വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ FIR ഇട്ടവർക്ക് പണം കിട്ടുന്ന അതേ ദിവസം നിങ്ങൾക്കും പണം കിട്ടുമെന്നുള്ളതാണ്. ഇത് ഇനി സെഷൻ കോടതിയാണ് ഈ ക്ലെയിമുകളിൽ തീർപ്പാക്കുന്നത്. അപ്പോൾ സെഷൻ കോടതിയുടെ തീർപ്പാക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ കുറച്ച് ക്ലെയിം പെറ്റീഷൻ FIR ഉള്ളതും കുറച്ച് ക്ലെയിം പെറ്റീഷൻ FIR ഇല്ലാത്തതുമാണെങ്കിൽ FIR ഉള്ളതിന് മാത്രമേ കോടതി അനുമതി നൽകുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ FIR ഇടുന്നതാണ് എല്ലാവർക്കും തന്നെ. നിങ്ങൾക്ക് പണം ലഭിക്കണമെങ്കിൽ FIR നിർബന്ധമാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മുടെ ക്രൈം ബ്രാഞ്ചിൻ്റെ മുന്നിൽ പോയി നിങ്ങളുടെ പക്കലുള്ള രേഖകൾ നൽകി മൊഴി നൽകുക എന്നുള്ളതാണ്. വളരെ സന്തോഷകരമായി എനിക്ക് അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും, കേരളത്തിലുള്ളതും തമിഴ്നാട്ടിലുള്ളതുമായ ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള വഴികൾ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
ഇപ്പം എന്തായാലും തമിഴ്നാട്ടിലുള്ള ഒരു വ്യക്തിയടക്കം ക്രൈംബ്രാഞ്ചിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ നിങ്ങൾ തൃശ്ശൂരുള്ളവരോ അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ സമീപ ജില്ലകളിലുള്ളവരോ ആരും തന്നെ ഇത്തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങളിപ്പോഴും ജയ് ഹൈറിച്ച് എന്ന് വിളിക്കണം.